നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിഗ്മയിൽ എങ്ങനെ ഒരു സിമ്പിൾ ഡ്രോപ്പ് ഡൗൺ മെനു ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ആണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് ഈ ഒരു മെനു ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഡ്രോപ്പ് ഡൗൺ മെനു എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഓപ്പണായി വരുന്ന രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഈ മെയിൻ ബട്ടൺ ആയിരിക്കണം. ഈ മെയിൻ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ഇതുപോലുള്ള ഒരു ടെക്സ്റ്റിന് ഞാൻ ഓട്ടോ ലേഔട്ട് ആഡ് ചെയ്യുകയാണ്. ഓട്ടോ ലേഔട്ടിന് ഞാൻ ഫിൽ കളർ കൂടി ആഡ് ചെയ്യുന്നു. നമ്മളുടെ ബട്ടൺ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു പാഡിംഗ് ഒക്കെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ സിമ്പിൾസ് എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ പ്ലഗിൻസിൽ നിന്നും ഞാൻ ആരോ ഡൗൺ എന്ന് പറയുന്ന ഒരു ഐക്കൺ കൂടി എടുക്കുകയാണ്. ഞാൻ ഈ ഒരു ഓട്ടോ ലേഔട്ടിലേക്ക് അതുകൂടി ആഡ് ചെയ്യുന്നു. ഈ ഒരു മെയിൻ ബട്ടണ് ഞാൻ കോർണർ റേഡിയസ് കൂടി ആഡ് ചെയ്യുന്നു. ഈ ഒരു ബട്ടൻ്റെ സ്ട്രക്ചറിൽ തന്നെ ഓപ്പണായി വരുമ്പോൾ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. മെയിൻ ബട്ടണും മറ്റ് മെനൂസിനും ഒരേ വിഡ്ത്ത് കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ഇവിടെ ഫിക്സഡ് വിഡ്ത്താണ് ഞാൻ കൊടുക്കുന്നത്. 217 എന്ന് പറയുന്ന വിഡ്ത്ത് ഇതിനും ഓപ്ഷൻസിനും ആഡ് ചെയ്യുന്നു. ഇൻഡിവിജ്വലി കോർണർ റേഡിയസ് ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഈ ഓപ്ഷൻ ബട്ടനെ ഞാൻ കമ്പോണൻസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഒരു വേരിയൻറ്റ് കൂടി ആഡ് ചെയ്യുന്നു. ഇതിന് ഹോവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പ്രോട്ടോടൈപ്പിൽ വൈൽ ഹോവറിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നമ്മളുടെ മെയിൻ ബട്ടനെയും ഞാനൊന്ന് കമ്പോണൻ്റ് ആക്കുകയാണ്. മെയിൻ ബട്ടൻ്റെ ഒരു അസറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓപ്ഷൻ ബട്ടൻ്റെയും ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓപ്ഷൻ ബട്ടൺ എത്ര ഓപ്ഷൻ വേണോ അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ Ctrl+D പ്രസ് ചെയ്തുകൊണ്ട് 4 ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബട്ടൺസിനെ ഞാൻ ഓട്ടോ ലേഔട്ടിലേക്ക് ആഡ് ചെയ്യുന്നു. ഇവിടെ ഇതിൻ്റെ സ്പേസിങ് 0 ആയിരിക്കുന്നു. അതേപോലെ കോർണർ റേഡിയസ് 8 കൊടുക്കുന്നു. കോർണർ റേഡിയസ് വർക്ക് ചെയ്യുന്നതിനായിട്ട് ക്ലിപ്പ് കണ്ടൻറ്റ് ഓൺ ആക്കുന്നു. ഓപ്ഷൻ ബട്ടണും മെയിൻ ബട്ടണും കൂടി ഓട്ടോ ലേഔട്ടിലേക്ക് വീണ്ടും ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി വേണ്ടത് മെയിൻ ബട്ടൻ്റെ ഒരു അസറ്റ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ ചേഞ്ച് ആവേണ്ട ഓപ്ഷൻ ബട്ടൺസിലെ കണ്ടൻറ്റുകളൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ മെയിൻ ബട്ടണിലെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് മെയിൻ ബട്ടൻ്റെ 3-4 കോമ്പിനേഷൻസ് കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. മെയിൻ ബട്ടൻ്റെ അസറ്റ് വീണ്ടും ഞാൻ കോപ്പി ചെയ്യുകയാണ്. 4 കോപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന അസറ്റുകളൊക്കെ കമ്പോണൻറ്റ് സെറ്റാക്കി മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇതെല്ലാം സെലക്ട് ചെയ്യുന്നു. ക്രിയേറ്റ് കമ്പോണൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് കമ്പോണൻറ്റ് സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കമ്പോണൻറ്റ് സെറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി പ്രോട്ടോടൈപ്പിൽ വന്നതിന് ശേഷം സെലക്ട് ഒക്യുപ്പേഷൻ എന്ന് പറയുന്ന ആ ഒരു മെയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ മെനു ഓപ്പണായി വരേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ഈ മെയിൻ ബട്ടണിൽ നിന്നും ഈ ഓപ്പണായി വന്നിരിക്കുന്ന മെനുവിലേക്ക് കണക്ഷൻ കൊടുക്കുക. ഓൺ ക്ലിക്ക് ഇൻസ്റ്റൻറ്റ് എന്ന് പറയുന്നതിന് പകരം സ്മാർട്ട് ആനിമേറ്റ് കൊടുക്കുക. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി ബിസിനസ് മാൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബിസിനസ് മാൻ എന്ന് പറയുന്ന മെനുവിലേക്ക് പോകുന്നു. സാധാരണ പോലെ ഓപ്ഷൻസ് അത് തന്നെ. അങ്ങനെ എല്ലാ ബട്ടൺസും കണക്ട് ചെയ്യുന്നു. ഓരോ ഓപ്ഷൻസിൽ നിന്നും ഓപ്പണായി വന്നിരിക്കുന്ന മെനുവിലേക്ക് കൂടി കണക്ഷൻ കൊടുക്കുക. അതേപോലെ ഓപ്പണായി വന്ന മെനു ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിരിച്ചും ഒരു കണക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. ഓൺ ക്ലിക്കിൽ സാധാരണ പോലെ ഓപ്ഷൻ കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അസറ്റ് ഈ മെയിൻ അസറ്റ് കോപ്പി ചെയ്തതിന് ശേഷം ഫ്രെയിമിൽ ആഡ് ചെയ്യുന്നു. റൺ ചെയ്ത് നോക്കുന്നു. നമുക്കിങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.